ഞാൻ ചോദിക്കട്ടെ, നമ്മൾ ആ ചോദ്യം ഉന്നയിക്കുന്ന ആ ചോദ്യം വന്നല്ലോ. ആ ചോദ്യം വരുമ്പം ഇപ്പം പാലക്കാട് മുനിസിപ്പാലിറ്റി BJP സംസ്ഥാന പ്രസിഡന്റ് വീട് വീടാന്തരം കയറി വർഗീയത പറഞ്ഞ്, ജാതീയത പറഞ്ഞ്, നിങ്ങൾ ഓർക്കുന്നുണ്ടോ എന്നറിയില്ല, ശ്രീ റിജിൽ മാക്കുറ്റി, ഞാൻ അങ്ങയുടെ ചോദ്യത്തിനുള്ള മറുപടി പറഞ്ഞു. ശ്രീ റിജിൽ മാക്കുറ്റി കണ്ണൂരിൽ പശുവിനെ അറുത്തതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വിവാദം ഉണ്ടായിരുന്നല്ലോ. ആ വിവാദത്തിന്റെ വാർത്ത തിരുത്തി രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്നാക്കി ചില പ്രത്യേക കേന്ദ്രങ്ങളിൽ നോട്ടീസ് കൊടുത്തിട്ടുണ്ട്. തെരഞ്ഞെടുപ്പിനിടയിൽ പിന്നെ അതൊന്നും അല്ല ചർച്ച ചെയ്യപ്പെടേണ്ടെന്നുള്ളതുകൊണ്ട് ഞാനത് റേസ് ചെയ്തത്. ഇപ്പോഴും റേസ് ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്നില്ല. ഇങ്ങനെ വർഗീയത പറഞ്ഞ പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ BJPക്ക് എല്ലാ കാലവും ഫിക്സഡ് ഡിപ്പോസിറ്റ് ആയ പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ 4000-ലധികം വോട്ടിന്റെ ഭൂരിപക്ഷം ഇല്ലേ? അപ്പൊ അത് നിങ്ങൾ പറയുന്നതുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ അത് ബാലൻസ്ഡ് ആയി പോകും. BJPയുടെ സ്ഥാനാർത്ഥി മുനമ്പത്ത് പോയില്ലേ? മുനമ്പത്തെ ഇഷ്യൂ എന്താണ്? മുനമ്പത്ത് ഒരു മനുഷ്യൻ പോലും കുടിയൊഴിപ്പിക്കപ്പെടില്ല എന്ന കൃത്യമായ ഉറപ്പും ധാരണയുമുള്ള വിഷയമാണ്. ഒരു മനുഷ്യൻ പോലും അവിടെ കുടിയൊഴിപ്പിക്കാൻ പാടില്ല എന്ന നിലപാടിൽ ആർക്കെങ്കിലും വ്യത്യസ്തത ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ആ മുനമ്പം വിഷയത്തെ ആളുകളുടെ കൺസേൺ വർദ്ധിക്കട്ടെ എന്ന നിലപാടെടുക്കുന്ന ആരൊക്കെയാണ്? RSSും സ്റ്റേറ്റ് ഗവൺമെന്റുമാണ്. അതുകൊണ്ടാണല്ലോ വിളിച്ച ലീസൺ മീറ്റിംഗ് പോലും ഡേറ്റ് മാറ്റുന്ന സാഹചര്യം, തെരഞ്ഞെടുപ്പിന് മുൻപ് വേണ്ട എന്ന സർക്കാർ നിലപാടുണ്ടാകുന്നത്. അത് ചർച്ച ചെയ്താൽ ഇവിടെ റിഫ്ലക്ഷൻ ഉണ്ടാകേണ്ടുന്ന ചക്കാന്തര അടക്കമുള്ള സ്ഥലങ്ങൾ, അവിടെ ആർക്കാ ഭൂരിപക്ഷം? ഇനി പച്ചയ്ക്ക് വർഗീയമായി ധ്രുവീകരണത്തിന് ശ്രമിച്ച പത്രപരസ്യം ഉണ്ടല്ലോ, ആ പത്രപരസ്യം റിഫ്ലക്ട് ചെയ്യപ്പെടേണ്ട പ്രായരിയിൽ ആർക്കാ ഭൂരിപക്ഷം? എല്ലാ മേഖലയിലും ഭൂരിപക്ഷം ഉണ്ടാവുകയും പാലക്കാട് കോൺസ്റ്റിറ്റ്യുവൻസിയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ മാർജിനല്ലേ, ആ ഏറ്റവും വലിയ മാർജിൻ ഉണ്ടാവുകയും ചെയ്യുമ്പോൾ അത് എങ്ങനെയാണ് അത്തരമൊരു ആരോപണം ഉന്നയിച്ചാൽ നിലനിൽക്കുക? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആ ആരോപണങ്ങൾ അവിടെ തന്നെ കിടക്കട്ടെ.